അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റൗള ഷെരീഫ് കണ്ടതിൻ്റെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളുടെ ഉംറ ടീമിൽ പോയവർക്ക് ആദ്യത്തെ ദിവസം പുരുഷന്മാർക്ക് റൗള ഷെരീഫ് കാണാനുള്ള പെർമിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം സ്ത്രീകളിൽ 10 പേർക്ക്, മൂന്നാമത്തെ ദിവസം ബാക്കി 20 പേർക്കുമാണ്. അപ്പോൾ ഇതാ മൂന്നാമത്തെ ദിവസത്തിലാണ് ഞാനൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ഹറമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം മനസ്സിലിട്ടാ. നമുക്ക് കഅബ കാണൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മദീനത്തെത്തിയിട്ട് റൗള കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമാണല്ലോ. ചിലർക്കൊക്കെ പെർമിഷൻ കിട്ടാതെ തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആവല്ലേ എന്നുള്ള ദുആയിരുന്നു എല്ലാവരുടെ മനസ്സിലും. അപ്പോൾ അതാ നല്ല തിരക്കാട്ട് അവിടെ എത്തിയപ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കുള്ള പെർമിഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതാ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പുറത്തെ കാണുന്ന ലൈനിലാണ് കേട്ടോ വീൽ ചെയറിലുള്ളവരുടെ ക്യൂ. അപ്പോൾ അതാ നടന്ന് കുറച്ചധികമൊക്കെ നടന്നിട്ടുണ്ട് ഹറമിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൊണ്ട് കിടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ കുപ്പി സംസം വെള്ളം തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ ഹറമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഹറമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വിശാലമായൊരു ലോകം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളേറെ കാത്തിരുന്ന കൊതിച്ചിരുന്ന റൗളയുടെ അടുത്തേക്ക് എത്തുകയാണ്. പുരുഷന്മാരെ പോലെ നമുക്ക് അത്ര അടുത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തേക്കൊക്കെ എത്താൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള അവസരമല്ലല്ലോ നമുക്ക്. എന്താ പറയുക, കിട്ടിയ സമയം വേഗം തന്നെ നമസ്കരിച്ച് ദുആ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങണം. കാരണം അധികം സമയം അവിടെ ഇരിക്കാനൊന്നും പാടില്ല. പിന്നെ ചിലർക്കൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ചേറെ നേരമൊക്കെ അവിടെ ചിലവഴിക്കാൻ പറ്റിയെങ്കിൽ അൽഹംദുലില്ലാ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മളെ മദീനത്ത് വിരിഞ്ഞു നിൽക്കുന്ന കുടകളില്ലേ, അതൊക്കെ ഇങ്ങനെ ചുരുങ്ങാൻ പോവാന്ന് മനസ്സിലായി. അത് വരുന്ന വീഡിയോ എനിക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഹറമിൽ തന്നെ കിടന്നിട്ട് ഞങ്ങളൊരു ദിവസം ഉറങ്ങിയ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കുടമൊക്കെ നിവർന്നതിന് ശേഷമാണ് കണ്ടത്. പിന്നെ അപ്പോൾ ഇതിപ്പോൾ ചുരുങ്ങാനുള്ള ഒരുക്കാന്ന് കണ്ടപ്പോൾ വേഗം തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാ കുടകളൊക്കെ ചുരുങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് റൂമിലേക്ക്. ഇനിയൊന്ന് സുബഹി നമസ്കാരത്തിനും കൂടിയുള്ള അവസരം ഞങ്ങൾക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് മദീനത്തുനിന്ന് പോകണം. എന്തായാലും ഭയങ്കര ഒരു വിഷമമാണ് മക്കത്തുനിന്നും മദീനത്തുനിന്നൊക്കെ പോരുക എന്ന് പറയുമ്പോൾ. പിന്നെ അങ്ങനെയുള്ള അവസരം കിട്ടിയാലോ ഒന്ന് കാണാൻ സാധിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കും. പക്ഷെ അവിടെ നിന്ന് പോരുന്ന കാര്യം ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് ഞങ്ങളെ ലഗേജൊക്കെ ശരിയാക്കണം. നാളെ ഞങ്ങൾക്ക് മദീനത്തുനിന്ന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി മദീനത്തുനിന്ന് പോകുന്നതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബായ്.